RSS നേതാവ് ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് SCJM കോടതി. ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ വലിയ വീഴ്ചയെന്ന് കോടതി. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രതി തെളിവ് നശിപ്പിക്കുമെന്ന വാദം പോലീസിന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ല. SDP നേതാവിന്റെ പരാതിയിൽ കേസെടുത്തതും വീഴ്ചയെന്ന് കോടതിയുടെ നിരീക്ഷണം. വിമർശനങ്ങൾ പല കോണിൽ നിന്നായി ഉയർന്ന പശ്ചാത്തലത്തിൽ RSS പ്രചാരകൻ ടി.ജി. മോഹൻദാസിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും സജ്ജമാക്കിയിരുന്നു എന്നതാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൽ നിന്നും വ്യക്തമാകുന്നത്. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെ തുടർന്നാണ് ടി.ജി. മോഹൻദാസിന് ജാമ്യം ലഭിച്ചത് എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അത് അക്കമിട്ട് നിരത്തുകയാണ് കോടതി. അറസ്റ്റിന് മുൻപായി പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ പരാജയമാണ് എന്നാണ് കോടതി പറഞ്ഞത്. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പോലീസ് നടപടിയെ തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി. ഇത് പ്രതിഭാഗവും കോടതിയിൽ ഉപയോഗിച്ചിരുന്നു. അറസ്റ്റ് അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. നോട്ടീസ് നൽകാത്തതിന് മതിയായ കാരണം ബോധ്യപ്പെടുത്താൻ പോലീസിന് ആയില്ലെന്നും കോടതി പറയുന്നു. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പ്രോസിക്യൂഷൻ വാദവും കോടതി തള്ളിയിരുന്നു. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റിന്റെ കാരണം റിമാൻഡ് റിപ്പോർട്ടിലും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും കോടതി തള്ളി. എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു എന്നാണ് പറഞ്ഞതെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിൽ നിന്നും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രതി തെളിവ് നശിപ്പിക്കും എന്നതും പ്രതി ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നതും പോലീസിന് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. കൂടാതെ SDP നേതാവിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിലും പോലീസിന് വീഴ്ച സംഭവിച്ചതായി കോടതി വ്യക്തമാക്കി. ടി.ജി. മോഹൻദാസിന്റെ ആക്ഷേപങ്ങൾ ബാധിക്കാത്ത ആളുടെ പരാതിയിൽ കേസെടുത്തു എന്നതാണ് കോടതി വിമർശിച്ചത്. വനിതാ സാമൂഹ്യ പ്രവർത്തകരുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പരാതിയെ പോലീസ് കേസിൽ അവഗണിച്ചു എന്നതും ഇതിൽ നിന്നും വ്യക്തം. RSS നേതാവിന് ജാമ്യത്തിനായി ആഭ്യന്തര വകുപ്പ് തന്നെ വഴിയൊരുക്കി എന്നതാണ് ഉയരുന്ന പ്രധാന വിമർശനവും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.